ഗഡിയോളെ എല്ലാവർക്കും ഒരു കിടിലൻ നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മളത് ബാലിയിലെ 4ാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്കാണ് എറിക്സിൻ്റെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. ന്യൂസ പെന്നിഡ എന്ന് പറയുന്ന ഒരു ഐലൻഡിലെ കുറച്ച് കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് എത്തുന്നത്. അപ്പോൾ ന്യൂസ പെന്നിഡയിലേക്ക് പോകാനായിട്ട് ബാലിയിലെ ഒരു ഹാർബറിൽ നിന്നും ബോട്ട് യാത്രയിലൂടെയാണ് അവിടെ എത്തിച്ചേരാൻ പറ്റുക. 40-45 മിനിറ്റ് നേരത്തെ ബോട്ട് യാത്ര. പെലബാഹും സാനൂർ എന്ന് പറയുന്ന ഒരു ഹാർബർ, ആ ഹാർബറിൽ നിന്നാണ് ബോട്ട് യാത്ര. ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ബോട്ട് എന്ന് പറയുന്നത് റേ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടാണ്. അപ്പോൾ അതിന് പ്രത്യേകം തിരിച്ചറിയൽ കാർഡും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ച് നമ്മൾ ഈ ഹാർബറിൻ്റെ മുകളിലെ ഡക്കിലേക്ക് കയറി അവിടുന്ന് വേണം വീണ്ടും ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് നമുക്ക് ഈ ഹാർബറിലേക്ക് എൻട്രി ചെയ്യാം. ഈ ഹാർബറിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഏതൊരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലണ പോലെ ഒരു ഫീലിംഗ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പ്ലസൻറ്റ് ക്ലൈമറ്റ്, നല്ല എന്താ പറയുക, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, നല്ല കാലാവസ്ഥ, മഴ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ണിന് എന്താ പറയുക, കൗതുകം ഉദിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. കുറേ ബോട്ടുകൾ നിൽക്കുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയ പാത്വേ, പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കടൽ കാണുന്നു. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഫാമിലി ഈ പാത്വേ കൂടെ നടന്ന് ഈ റേ ഫിഷിൽ ഫസ്റ്റ് സീറ്റുകൾ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ നടക്കണേ. കാരണം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പറയുന്ന ബോട്ടിൽ എത്തി നമുക്ക് ഈ ID കാർഡൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ID കാർഡൊക്കെ തിരിച്ചു കൊടുത്ത് നടന്ന് നമ്മൾ ബോട്ടിൽ ചെല്ലുപ്പിക്കും. ഫ്രണ്ടിലെ റോ ഒക്കെ ആരോ ടൂറിസ്റ്റുകൾ വന്നിരിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് റോയിൽ വിൻഡോ സീറ്റ് പോലത്തെ സീറ്റ് കിട്ടി. അപ്പോൾ ഫാമിലിയും, അതായത് നമ്മുടെ ഫാമിലിയും അവിടെ ഒരു സൈഡിൽ പിള്ളേരിരുന്നു, ഒരു സൈഡിൽ ഞാനും വൈഫും ഇരുന്നു. അങ്ങനെ ആ ബോട്ടിൽ അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത നല്ല ബോട്ടാണ്, പുതിയ ബോട്ടാണ് റേ ഫിഷ് എന്ന് പറയുന്നത്. എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജോലിക്കാരും അതിലുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ജോലിക്കാരും അതിലുണ്ട്. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ നോക്കി സീറ്റിലിരുന്നു. എല്ലാ ആളുകളും പതിയെ ഈ ബോട്ടിൽ വന്ന് കയറാൻ തുടങ്ങി. ബോട്ട് ഒരുവിധം ഫുള്ളായതിനു ശേഷം പതുക്കെ ഈ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മുടെ ബോട്ട് മാത്രമല്ല, ഈ ഒരു സമയത്ത് ഏകദേശം എല്ലാ ബോട്ടുകളും ഈ ഹാർബർ വിടുക എന്നുള്ളൊരു അവസ്ഥയാണ് ന്യൂസ പെന്നിഡ ഐലാൻഡിൽ. അങ്ങനെ നമ്മുടെ ബോട്ടും പതുക്കെ ബാലിയോട് വിട പറഞ്ഞ് ന്യൂസ പെന്നിഡ ഐലൻഡ്, അതായത് ബാലിയുടെ സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന ന്യൂസ പെന്നിഡ ഐലൻഡിലേക്കാണ് യാത്ര. കടലിലൂടെയുള്ള യാത്രയാണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല സ്പീഡിലാണ് ബോട്ട്. കാരണം 40-45 മിനിറ്റിലാണ് ഈ പറയുന്ന ദൂരം താണ്ടി ന്യൂസ പെന്നിഡ ഐലൻഡിലേക്ക് എത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കടൽ യാത്ര ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ബോട്ടിൽ ഇത്രയും ദൂരം ഒരു കടൽ യാത്ര ചെയ്യുന്നത് ഒരു രക്ഷയില്ലാട്ടാ. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ചെറിയൊരു പേടി തോന്നാം. കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ. അപ്പോൾ നമുക്ക് ആ അറ്റത്ത് കാണുന്നത് ബാലിയുടെ തീരാണ്. ഇനി അധികം വൈകാതെ ബാലിയുടെ തീരം കഴിഞ്ഞ് യുഗാനന്ദതയിലേക്കുള്ളൊരു എൻട്രി വരും. അതായത് നമുക്ക് ഒരു സൈഡ് നോക്കിയാലും ഒന്നുമില്ല, വെറും വെള്ളം മാത്രം മൊത്തം. അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ പെടനെയാണ്, ഒരു രക്ഷയില്ല, നല്ല സ്പീഡിലുള്ള പോക്ക്. പിന്നെ 40-45 മിനിറ്റ് ആകുമ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ഈ പറയുന്ന ന്യൂസ പെന്നിഡ ഐലൻഡിൻ്റെ തുമ്പ് കാണാം. അപ്പോൾ ഒരു സമാധാനം. അങ്ങനെ അധികം വൈകാതെ ഈ പറയുന്ന ഹാർബറിലെത്തി നങ്കൂരമിട്ട് യാത്രക്കാരൊക്കെ പതിയെ ഓരോരുത്തരായിട്ട് ബാഗും ഇതൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ ന്യൂസ പെന്നിഡ ഐലൻഡിൽ കാല് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വികാരമാണ്. അതായത് നമ്മളെന്തോ വലിയ സംഗതി അച്ചീവ് ചെയ്തു എന്നുള്ള പോലെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ ടച്ച് ചെയ്തു, അതന്നെ. പിന്നെ വളരെ മനോഹരമായി കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള സിമെൻ്റ് കൊണ്ടുള്ള പാത്വേയിലൂടെ നടന്ന് നമ്മുടെ ട്രാവലേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഡ്രൈവർ കം ഗൈഡായ
ജെഫിനെ മീറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, അടുത്ത 2-3 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാത്വേ കൂടെ നടന്ന് ചെന്ന് ഈ പറയുന്ന ജെഫിനെ മീറ്റ് ചെയ്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചു എല്ലാവരും. അത് കഴിഞ്ഞ് ജെഫിൻ്റെ വണ്ടിയിൽ നമ്മൾ യാത്ര തുടരാണ്. ഇവിടെ ഒരുപാട് പേര് ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നത് 2 വീലേഴ്സാണ്. കാരണം അത്രയധികം ദൂരം നമുക്ക് കവർ ചെയ്യാനില്ല. പക്ഷേ എന്നാൽ വല്ല എല്ലായിടത്തേക്കും നമുക്ക് ഇഷ്ടാനുസരണം പോവുകയും ചെയ്യാം. പക്ഷെ നമ്മൾ 4 പേരുള്ളത് കൊണ്ട് നമ്മൾ ഈ കാർ ഓപ്റ്റ് ചെയ്തു മാത്രം. പിന്നെ ക്ലൈമറ്റും കുറച്ച് ചൂടുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് കാർ ഓപ്റ്റ് ചെയ്തു മാത്രം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇവിടുത്തെ പെട്രോൾ പമ്പുകളാണ്. പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ കൂടാരൊന്നുമല്ല, ഒരു ചെറിയ പെട്ടിക്കട. ആ പെട്ടിക്കടയിൽ പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് ആ സാധനം. അതിൽ പെട്രോളും ഡീസലും അവൈലബിളാണ്. കുപ്പിയിൽ വേണമെങ്കിൽ കുപ്പിയിൽ, വണ്ടിയിൽ വേണമെങ്കിൽ വണ്ടിയിൽ അടിച്ചിരും. അപ്പോൾ കേസ് കഴിഞ്ഞു. ചെറിയൊരു പെട്ടിക്കട. അത് എല്ലാ പെട്ടിക്കടയിലും ഈ സാധനം ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ക്ലിങ്കിങ് ബീച്ചിലേക്ക് എത്തി. ഇവിടെ ഈ ന്യൂ സെപ്പനിയുടെ ഐലൻഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുന്നുകളും ബീച്ചുകളും പച്ചപ്പും അത്രയൊക്കെ തന്നെയുള്ളൂ. കടൽ തീരാണല്ലോ മൊത്തം. അപ്പോൾ അതിനോട് പക്ഷേ ഈ പച്ചപ്പും പിന്നെ പാറക്കൂട്ടങ്ങളും ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ക്ലിങ്കിങ് ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക തരം ഒരു പാറക്കൂട്ടം. അത് നമ്മുടെ എന്താ പറയുക, ജുറാസിക് പാർക്കിലൊക്കെ ഉള്ള ഒരു ഡിനോസറിൻ്റെ ഷേപ്പിലാണ്. അത് റെക്സ് എന്നൊക്കെയാണ് പറയണേ. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തോന്നാം. അങ്ങനത്തെ രീതിയിലുള്ളൊരു പാറക്കൂട്ടാണ് അതവിടെ കാണുന്നത്. അത് കാണാനാണ് ഇപ്പോൾ എല്ലാവരും തിരക്കടിച്ച് പോകുന്നത്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും. ഞങ്ങളും വൈകില്ല. ഞങ്ങളും ഈ പറയുന്ന പാറക്കൂട്ടം കാണാനായിട്ട് ചെന്നു. സംഗതി ശരിയാണ്, ഒരു പ്രത്യേകതയുണ്ട് പാറയ്ക്ക്. എന്തുകൊണ്ടോ കുറേ കാലത്തെ വെള്ളം അടിച്ചതിൻ്റെ ഇതിൽ ഫോമായിട്ടുള്ള പാറയാണോ എന്തെന്നറിയില്ല. അത് കണ്ടു, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം തിരിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ബ്രോക്കൺ ബീച്ചിലേക്ക് എത്തി. ബ്രോക്കൺ ബീച്ച് വളരെ മനോഹരമായൊരു ബീച്ച് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇറങ്ങി ആസ്വദിക്കാനുള്ള അനുമതി ഈ 2 ബീച്ചുകളിലും ഇല്ല. പരമാവധി ഇവിടെ ബീച്ചുകളിലൊന്നും അങ്ങനെ ഇറങ്ങി ആസ്വദിക്കാനുള്ള അനുമതി ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് അധികം വൈകാതെ വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനായ ഏഞ്ചൽ ബില്ലബോങ് എന്ന് പറയുന്ന ഒരു കടലിലെ ക്രീക്ക് എന്ന് പറയാം. കരയിലേക്ക് കുറച്ചിങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷേ വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയായിരുന്നു അത്. പാറക്കൂട്ടങ്ങളും അതുപോലെ പച്ചപ്പ് ഒരു സൈഡിൽ. പിന്നെ അത് മാത്രമല്ല, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നീല നിറത്തിലുള്ള വെള്ളമാണ്. അതിങ്ങനെ കടലിങ്ങനെ അനന്തമായിട്ട് കിടക്കല്ലേ. എന്തിനധികം ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ കടലൊന്ന് കണ്ടു വയ്ക്കുക, അതിൻ്റെ ഭംഗിയൊന്ന് കണ്ടു വയ്ക്കുക. എന്ത് രസമാണ്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും ഇതൊക്കെ എടുത്തു. ആ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പം മിഡിലിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. കാരണം നമുക്ക് ഇനി അധികം സമയമില്ല. 4-4:30 കൂടിയിട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ ബാലിയിലേക്ക് പോകാനുള്ള ബോട്ട് പിടിക്കാം. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയും കവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്ന നമുക്ക് ഇറങ്ങാൻ, അതായത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ച് കൂടിയും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ പറയുന്ന ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്ന ബീച്ചിലേക്ക് ചെന്നു. വളരെ മനോഹരമായൊരു ബീച്ചാണ്. അപ്പോഴേക്കും സൂര്യൻ അങ്ങനെ താന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. അപ്പോഴേക്കും അധികം വൈകാതെ നമ്മൾ തിരിച്ച് പോകണം. എന്നാലും നമ്മൾ ആ ബീച്ചിൻ്റെ മനോഹാരിതയൊക്കെ ഒപ്പിയെടുത്ത് തിരിച്ച് ബാലിയിലേക്ക് യാത്ര തിരിച്ചു. ന്യൂ സെപ്പനിയുടെ എന്ന ഐലൻഡിനോട് ബൈ പറഞ്ഞ് ബാലിയിലേക്ക് പതുക്കെ അടുത്തു. അങ്ങനെ നമ്മൾ ബാലി സനൂറിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എറിക്സിൻ്റെ വണ്ടിയിൽ കയറി തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് മടങ്ങി. നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടുണ്ടല്ലോ വീഡിയോയ്ക്ക്, ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.